ഇന്ന് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസാട്ടോ. എന്താന്ന് വെച്ചാൽ ഈ പൈപ്പ് ക്ലീനർ തന്നെ എനിക്ക് ഈ ക്രാഫ്റ്റിന്റെ സാധനങ്ങൾ കാണുന്നത് തന്നെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പൊ പിന്നെ കയ്യിൽ ഇതുപോലത്തെ സാധനങ്ങൾ കിട്ടുമ്പോൾ നമുക്ക് ഊഹിക്കാലോ എത്രത്തോളം നമ്മൾ ഹാപ്പി ആവുന്നത്. അങ്ങനെ എല്ലാ കളേഴ്സും ഞാൻ നിരത്തി വെച്ച് ഓരോന്നും ഓരോ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി നോക്കണ്ടേ. ഞാൻ ഇതുവരെ യൂസ് ആക്കാത്തൊരു സാധനമാട്ടോ ഈ പൈപ്പ് ക്ലീനർ. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആണ് ഞാൻ ഇതുകൊണ്ട് ക്രാഫ്റ്റ് ചെയ്യാനായിട്ട്. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു മിനി പോട്ടാണ്. അപ്പൊ അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ് ഈ കാണുന്നത്. അപ്പൊ ഫസ്റ്റ് തന്നെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഫ്ലവേഴ്സ് ആണ് കേട്ടോ. ഈ വീഡിയോ ഒന്ന് നന്നായി ശ്രദ്ധിച്ച് കണ്ടു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റാവുന്നതേ ഉള്ളൂ. അങ്ങനെ ഭയങ്കരമായ ടഫായിട്ട് എനിക്ക് തോന്നിയില്ല കേട്ടോ. ഇതിന്റെ ഫ്ലവേഴ്സും സ്റ്റെമ്മും ലീഫും ഒക്കെ ഉണ്ടാക്കാൻ സിമ്പിൾ ആണ്. ഞാൻ ഇത് പിൻട്രസ്റ്റിൽ നോക്കിയിട്ട് ഒരു റെഫറൻസ് എടുത്തിട്ടാട്ടോ ചെയ്ത് നോക്കുന്നത്. ഞാൻ ഫസ്റ്റ് ടൈം ആയിട്ട് യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ എനിക്കിത് എങ്ങനെ യൂസ് ചെയ്യണമെന്നൊന്നും വലിയ ഐഡിയ ഇല്ലായിരുന്നു. അപ്പൊ കുറച്ച് വീഡിയോസ് കണ്ടപ്പോൾ എനിക്ക് ഇതിന്റെ ടെക്നിക്ക് മനസ്സിലായി. ഇതിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പൈപ്പ് ക്ലീനർ എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാട്ടോ. നമുക്ക് പിടിച്ചോടുത്ത് ഏതൊരു ഷേപ്പിലാക്കാൻ ഭയങ്കര ഈസിയാണ്. അതുകൊണ്ട് തന്നെ നമുക്കിത് ക്രാഫ്റ്റ് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് എളുപ്പമായിട്ട് തോന്നും, ഭയങ്കര കംഫർട്ടായിട്ട് തോന്നും. അങ്ങനെ നമ്മുടെ ഫ്ലവേഴ്സ് ലീഫൊക്കെ ഇവിടെ സെറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പോട്ടാണ് കേട്ടോ സെറ്റ് ചെയ്യേണ്ടത്. അതിനിതാ ഇതിൽ കാണുന്ന പോലെ തന്നെ ചെയ്ത് കൊടുക്കുക. ഒരു പൈപ്പ് ക്ലീനർ 4 എണ്ണാക്കി കട്ട് ചെയ്തിട്ട് ഇതേപോലെ വെച്ചു കൊടുത്താൽ മതി. ഇതിന് നമുക്ക് ഗ്ലൂ യൂസ് ചെയ്യേണ്ട ആവശ്യം ഒന്നുമില്ല. പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതവിടെ സ്റ്റിക്കായി നിൽക്കും. ഇനി അതുപോലത്തെ ഒരു സ്പോഞ്ചിന്റെ പീസ് എടുത്തിട്ട് ഈ പോട്ടിലേക്ക് വെച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഫ്ലവേഴ്സ് ഒക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇതാണ് നമ്മുടെ മിനി പോട്ട് വന്നിട്ടുള്ളത്. എങ്ങനെയുണ്ട് കാണാനായിട്ട്? ഞാനിത് ഫസ്റ്റ് അറ്റംപ്റ്റ് ആയതുകൊണ്ട് തന്നെ എനിക്കിത് കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പി ആയ. എന്തായാലും എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പൊ ശരി, ടാറ്റ ബൈ.